തിരൂരിൽ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഒരാളെ തൂക്കിയെറിയുകയായിരുന്നു. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു 10ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. രാത്രി 12:30യോടെയാണ് സംഭവം. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പിന്നീട് ആനയെ തളച്ചു. ബാക്കിൽ കാണിക്കണം. പുതിയങ്ങാടി മസ്ജിദ് നേർച്ചയ്ക്കായി എത്തിച്ച ആനയ്ക്ക് ഇതിനിടെ മദപ്പാടുണ്ടാവുകയായിരുന്നു. മദപ്പാടിലായ ആന മുൻപിലുണ്ടായിരുന്ന ഒരാളെ തൂക്കിയെറിയുകയായിരുന്നു. ഇയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ ആളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആന മദമിളകിയതോടെ ആളുകൾ ചിതറിയോടി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ നിലത്ത് വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുതിയങ്ങാടി വലിയ നേർച്ചയുടെ ഭാഗമായി നേർച്ചയുടെ 3-ാം ദിവസവും സമാപന ദിവസമായ ഇന്നലെ 7-ാം തീയതി ജാറത്തിലേക്ക് പ്രവേശിച്ച ഓത്തനൂർ പ്രദേശത്തു നിന്നുള്ള വരവില് ഉൾപ്പെട്ടിരുന്ന ആനകളിൽ ഒരാന ചെറിയ ഒരു പ്രകോപനം സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംശയിക്കുകയാണ്. ആന ഇടഞ്ഞു. ഒരു നേർച്ച കാണാനെത്തിയ ഒരു സുഹൃത്തിനെ ആന തുമ്പിക്കൈ കൊണ്ട് വാരി എറിഞ്ഞതിന്റെ ഭാഗമായി നല്ല പരിക്കോടുകൂടി കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേപോലെ അതിന്റെ ഭാഗമായി 28ഓളം ആളുകൾ അത് കൂടാതെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിരുന്നു. അവരിൽ 2 ആളൊഴികെ ബാക്കി എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഈ സുഹൃത്തുൾപ്പെടെ 3 ആളുകളാണ് ചികിത്സയിലുള്ളത്. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കമ്മിറ്റി ഭാരവാഹികളും വിവിധ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള സംഘം അതിന്റെ ഈ ആളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. അയാൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേർച്ച കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവരവിടെ ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒരു രസകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ തിരൂർ താലൂക്കിനകത്ത് തന്നെ ആയിരക്കണക്കിന് ആളുകൾ, 10,000ങ്ങൾ തടിച്ചുകൂടുന്ന വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തടിച്ചുകൂടുന്ന നേർച്ചയാണ്. അതിന് ഒരു പ്രത്യേക സ്വഭാവം നിലനിൽക്കുന്നുണ്ട്.
മതേതര കൂട്ടായ്മയുണ്ട്, ജനകീയ കൂട്ടായ്മയുണ്ട്. വ്യത്യസ്ത കോണുകളിൽ, വ്യത്യസ്ത ജാതിമതങ്ങളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ, വ്യത്യസ്ത ആശയങ്ങളും മറ്റു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകളോടും ഉൾപ്പെടെ ഒത്തുചേരുന്ന ഒരു വലിയ ജനകീയ കൂട്ടായ്മയായി നാടിന് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മതേതര സ്വഭാവത്തെ തന്നെ കോർത്തിണക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായി പിന്നീട് ചെയ്യുന്നതാണ്. പോത്തന്നൂരിൽ നിന്ന് വന്ന വരവ് യാറത്തിന് മുന്നിലാണ് ആന ഇടഞ്ഞത്. ആന ഇടഞ്ഞതോടെ പാപ്പാന്മാർ മറ്റ് ആനകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയതോടെ വലിയ അപകടം ഒഴിവായി.